GPS ഇല്ല, ലേസർ ഇല്ല, ഇന്നത്തെ ഒരു ടെക്നോളജിയും ഇല്ലാത്ത ആ കാലത്ത് നമ്മുടെ പൂർവികർ എങ്ങനെയായിരിക്കും കൂറ്റൻ കെട്ടിടങ്ങളൊക്കെ ഇത്ര കൃത്യതയോടെ പണിതുയർത്തിയത്? അത്ഭുതം തന്നെയല്ലേ? അപ്പോൾ ആ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് ആകാശത്താണ്. പിന്നെ നിലത്ത് വെച്ച വളരെ ലളിതമായ ഒരു കോലിലും. അതെ, സൂര്യൻ. സൂര്യന്റെ നിഴലായിരുന്നു അവരുടെ ഏറ്റവും വിശ്വസിക്കാവുന്ന അളവുകോല്. ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം ശംഖു. സംസ്കൃതത്തിൽ ഗ്നോമൻ എന്നൊക്കെ പറയും. കണ്ടാൽ വെറുമൊരു മരക്കഷ്ണം അല്ലേ? പക്ഷേ ഈ ഒരു സാധാരണ ദണ്ട് ഉപയോഗിച്ചാണ് സൂര്യന്റെ നിഴലിനെ ഒരു മാപ്പ് പോലെ വായിച്ചെടുത്ത് അവർ ദിക്കുകളും സമയവും വരെ കണ്ടെത്തിയിരുന്നത്. സംഭവം വളരെ സിമ്പിളാണ്. ആദ്യം തന്നെ ഈ ശംഖു അല്ലെങ്കിൽ കോല് ഒട്ടും ചരിവില്ലാതെ നേരെ കുത്തനെ നിലത്തുറപ്പിക്കുന്നു. എന്നിട്ടോ സൂര്യൻ ഉദിക്കുന്നത് മുതൽ അസ്തമിക്കുന്നത് വരെ ആ കോലിന്റെ നിഴലിന്റെ അറ്റം എവിടെയെല്ലാം പോകുന്നോ അതൊരു വര പോലെ അടയാളപ്പെടുത്തി വെക്കും. പിന്നെയാണ് രസം. രാവിലെ ഒരു പ്രത്യേക നീളമുള്ള നിഴൽ കിട്ടില്ലേ? അതേ നീളമുള്ള നിഴൽ വൈകുന്നേരവും കിട്ടും. ഈ രണ്ട് പോയിന്റുകളും തമ്മിൽ വര വരച്ചാൽ കിട്ടി. കൃത്യമായ കിഴക്ക് പടിഞ്ഞാറ് ദിശ. ഏതൊരു വലിയ കെട്ടിടം പണിയുന്നതിനും വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇതായിരുന്നു. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വൺ സൈസ് ഫിറ്റ്സ് ഓൾ ഉപകരണം അല്ലായിരുന്നു. ഓരോ ആവശ്യത്തിനും ഓരോ തരം ശംഖുണ്ടായിരുന്നു. 4 വലുപ്പങ്ങൾ, 4 ഉപയോഗങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും. ഉപയോഗിക്കുന്ന രീതിയൊക്കെ ഒന്ന് തന്നെയാണെങ്കിൽ പിന്നെ എന്തിനാ പല വലുപ്പത്തിലുള്ള ശംഖുകൾ? ഒരെണ്ണം വെച്ച് എല്ലാ പണിയും തീർത്താൽ പോരെ? എന്തായിരിക്കും കാരണം? പുരാതന വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് പ്രധാനമായും 4 തരം ശംഖുക്കളെ കാണാം. ഹ്രസ്വം, മധ്യമം, ദീർഘം, പിന്നെ അതിദീർഘം. അതായത് വളരെ ചെറുതു മുതൽ ഭയങ്കര നീളമുള്ളതുവരെ. നോക്കൂ, ചെറിയ പൂജകൾക്ക് ഉപയോഗിക്കുന്നത് മുതൽ കൂറ്റൻ ക്ഷേത്രങ്ങൾ പണിയാൻ ഉപയോഗിക്കുന്നത് വരെ ഓരോന്നിനും അതിൻ്റെതായ ഒരു റോൾ ഉണ്ടായിരുന്നു. ആദ്യത്തേത് ഹ്രസ്വശംഖു, ഏറ്റവും ചെറുത്. അടുത്തതാണ് മധ്യമശംഖ്. ഇതിനെ ഒരു സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. വീടുകൾ പോലെയുള്ള സാധാരണ കെട്ടിടങ്ങൾ പണിയാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഇതാണ്. കാരണം എന്താ? ഇതിന് ആവശ്യത്തിന് കൃത്യതയുമുണ്ട്. എന്നാൽ കൊണ്ടു നടക്കാനും ഉപയോഗിക്കാനും വലിയ ബുദ്ധിമുട്ടുമില്ല. ഒരു പെർഫെക്റ്റ് ബാലൻസ്. എന്നാൽ ക്ഷേത്രങ്ങൾ, കൊട്ടാരങ്ങൾ, വലിയ സഭാമണ്ഡപങ്ങളൊക്കെ പണിയുമ്പോൾ അവിടെ ഒരു ചെറിയ പിഴവിന് പോലും സ്ഥാനമില്ല. എല്ലാം 100% പെർഫെക്റ്റ് ആകണം. അത്തരം ഹൈ പ്രിസിഷൻ ജോലികൾക്കാണ് അതിദീർഘ ശംഖുക്കൾ ഉപയോഗിച്ചിരുന്നത്. ഇവ നീളം കൂടിയവയാണ്. എന്തുകൊണ്ടാണ് നീളം കൂടുമ്പോൾ കൃത്യത കൂടുന്നത്? ഇതിന് പിന്നിൽ വളരെ ലളിതമായ ഒരു ശാസ്ത്രമുണ്ട്. നമുക്കതെന്താണെന്ന് നോക്കാം. ഇതിന്റെ അടിസ്ഥാന തത്വം ഇത്രയേ ഉള്ളൂ. ശംഖുവിന്റെ നീളം കൂടുമ്പോൾ അതുണ്ടാക്കുന്ന നിഴലിന്റെ നീളവും കൂടും. നിഴലിന്റെ നീളം കൂടുമ്പോഴോ കൃത്യതയും കൂടും. സിമ്പിൾ, പക്ഷേ പവർഫുൾ. ഇതൊന്ന് വിശദമാക്കാം. ഒരു ചെറിയ ശംഖുവിന്റെ നിഴൽ ചെറുതായിരിക്കും അല്ലേ? അപ്പോൾ നിഴലിന്റെ അറ്റം മാർക്ക് ചെയ്യുമ്പോൾ ഒരു ചെറിയ തെറ്റ് പറ്റിയാൽ പോലും അത് കണ്ടുപിടിക്കാൻ പാടാണ്. പക്ഷേ വലിയ ശംഖുവിന്റെ നിഴലോ അത് വളരെ നീണ്ടതായിരിക്കും. അപ്പോൾ അതേ ചെറിയ തെറ്റ് പോലും ആ നീണ്ട നിഴലിൽ വളരെ വലുതായി കാണാം. ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് വെച്ച് നോക്കുന്നത് പോലെ. അതുകൊണ്ട് തന്നെ ചെറിയ പിഴവുകൾ പോലും എളുപ്പത്തിൽ കണ്ടെത്തി തിരുത്താൻ പറ്റുമായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് വെറുതെ കുറേ നിയമങ്ങൾ മാത്രമല്ല, മറിച്ച് ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടാൻ കഴിവുള്ള വളരെ ഫ്ലെക്സിബിൾ ആയ ഒരു സിസ്റ്റമായിരുന്നു അവരുടേത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഏറ്റവും കൃത്യത കിട്ടുന്നത് വലിയ ശംഖുവിനാണെങ്കിൽ പിന്നെ എന്തിനായി ചെറിയ ശംഖുവൊക്കെ? എല്ലാ പണിക്കും ഏറ്റവും വലുത് അങ്ങ് ഉപയോഗിച്ചാൽ പോരെ? നല്ലൊരു ചോദ്യമാണല്ലേ? അതിനുള്ള ഉത്തരം സൂര്യനിൽ തന്നെയാണ്. കാരണം സൂര്യൻ ഉണ്ടാക്കുന്ന നിഴലിന്റെ നീളം എപ്പോഴും ഒരുപോലെയല്ല. അത് മാറിക്കൊണ്ടേയിരിക്കും. എങ്ങനെ? ഒന്ന്, ഋതുക്കൾക്കനുസരിച്ച്. അതായത് വേനൽക്കാലത്ത് സൂര്യൻ തലയ്ക്ക് മുകളിൽ വരുമ്പോൾ നിഴൽ ചെറുതാവും. മഞ്ഞുകാലത്ത് നീളം കൂടും. പിന്നെ നിങ്ങൾ ഭൂമിയിൽ എവിടെയാണ് നിൽക്കുന്നത് എന്നതിനനുസരിച്ചും നിഴലിന്റെ നീളം മാറും. അപ്പോൾ ഒരേ കോല് എല്ലാ സ്ഥലത്തും എല്ലാ കാലത്തും വർക്കാവില്ല. വാസ്തുഗ്രന്ഥങ്ങൾ പറയുന്നത് ഇതാണ്. പലതരം ഭൂപ്രകൃതിയിലും പല കാലാവസ്ഥയിലും ആവശ്യമുള്ള കൃത്യത കിട്ടാൻ വേണ്ടി പല വലിപ്പത്തിലുള്ള ശംഖുക്കൾ വേണമെന്നും. ഇതായിരുന്നു ആ പുരാതന എഞ്ചിനീയർമാരുടെ വിജയം. സാഹചര്യത്തിനനുസരിച്ച് ശരിയായ ടൂൾ തിരഞ്ഞെടുക്കാനുള്ള കഴിവ്. അതൊരു അറിവ് മാത്രമല്ല, ഒരു പ്രായോഗിക ബുദ്ധി കൂടിയായിരുന്നു. പ്രകൃതിയെ എത്ര ആഴത്തിൽ അവർ മനസ്സിലാക്കിയിരുന്നു എന്നതിന്റെ തെളിവാണ്.